മധുരനൊമ്പരക്കാറ്റ് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിന്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ജീവന്റെയും നിത്യയുടെയും വിവാഹ നിശ്ചയത്തിന്റെ ദിവസം എത്തിയിരിക്കുകയാണ്. നിശ്ചയത്തിനായിട്ട് സാരിയൊക്കെ അണിഞ്ഞ് ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് ഒരുങ്ങി നിൽക്കുകയാണ് നിത്യ. ഈ സമയം സുജാതയും രഘുവും ജ്യോതിയും ഒക്കെ അവിടെ എത്തുന്നുണ്ട്. നിശ്ചയത്തിനുള്ള സമയം ഏകദേശം ആകാറായി. എന്നിട്ടും ഇതുവരെ ജീവൻ എത്തിയിട്ടില്ല. അത് കാരണം ആശങ്കയോടെ നിൽക്കുവാണ് സുജാത രഘുവും. ഇവനത് എവിടെ പോയി കിടക്കുക, ഇവൻ ഇതെന്താ എത്താത്ത എന്നൊക്കെ പറഞ്ഞ് ടെൻഷനോടുകൂടി നിൽക്കുവാണ്. ആളുകളൊക്കെ ആണെങ്കിൽ ഓരോന്ന് ചോദിച്ചും തുടങ്ങി. ഇതേ സമയം ഹരിയുടെ കൂട്ടുകാരൻ നിത്യയുടെ അഡ്രസ്സ് കിട്ടിയെന്നുള്ള കാര്യമൊക്കെ ഹരി അറിയിക്കുന്നുണ്ട്. അങ്ങനെ ആ പാട്ട് പാടുന്ന പെൺകുട്ടിയെ നേരെ കാണാനുള്ള ത്രില്ലിൽ ഹരി റെഡിയായിട്ട് ഇറങ്ങാൻ തുടങ്ങുമായിരിക്കും. ഈ സമയത്താണ് ഹരി ദുഃഖകരമായൊരു വാർത്ത അറിയുന്നത്. ഹരിയുടെ മുത്തശ്ശി മരണപ്പെട്ടു. ഒന്നാമത് മുത്തശ്ശിക്ക് വയ്യായിരുന്നല്ലോ. അങ്ങനെ മുത്തശ്ശി മരിച്ചതറിഞ്ഞ് ഹരിയും വീണയും ഹരിയുടെ അമ്മാവനും എല്ലാവരും ആകെ തകർന്നിരിക്കുവാണ്. അങ്ങനെ ഹരിയുടെ വീട്ടിൽ മുത്തശ്ശിയുടെ അന്ത്യകർമ്മ ചടങ്ങുകളൊക്കെ നടക്കുവാണ്. ഈ സമയത്ത് തന്നെ അവിടെ നിത്യയുടെ വീട്ടിൽ എല്ലാവരും ജീവൻ വരാൻ വേണ്ടി കാത്തിരിക്കുവാണ്. ഈ ഒരു സമയത്ത് ജീവൻ അവിടെ എത്തുവാണ്. കൂടെ നിത്യ അന്ന് സംസാരിച്ചൊരു പയ്യനുണ്ടല്ലോ, ആ പയ്യനെ വലിച്ചഴിച്ചുകൊണ്ടാണ് കേട്ടോ ജീവൻ വരുന്നത്. അങ്ങനെ അയാളെ കാണുമ്പോൾ നിത്യ അങ്ങ് ഷോക്കാകുവാണ്. ഈ സമയം സുജാത രഘുവൊക്കെ ചോദിക്കണേ, നീ ഇതെവിടെയായിരുന്നു, ഇതാരയാള്? അന്നേരം ജീവൻ പറയണേ, അമ്മയുടെ പുന്നാര മോളാണല്ലോ ഇവള്, ഇവൾക്കും ഇവനും തമ്മിൽ എന്തോ ചില ബന്ധങ്ങളൊക്കെ ഉണ്ട്. അന്ന് രാത്രി ഞാൻ നിങ്ങളെ ഇവളുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടു വന്നില്ലേ, അത് ഇവരെ രണ്ടുപേരെയും കൈയോടെ പിടികൂടാനായിരുന്നു. പക്ഷേ അന്നത് കഴിഞ്ഞില്ല. പിന്നീട് വഴി വെച്ച് ഇവൻ ഇവളെ തൊട്ടും തലോടിയും ആശ്വസിപ്പിക്കുന്നതൊക്കെ ഞാൻ കണ്ടിരുന്നു. അത് ഞാൻ ഫോണിൽ പകർത്തിയതുവാ. എന്നാൽ അതോ എനിക്ക് കാണിക്കാൻ പറ്റിയില്ല. ആ സമയത്ത് സാറ വന്ന് ആ ഫോൺ നശിപ്പിച്ചത്. അമ്മ അത് ഓർക്കുന്നുണ്ടല്ലോ. അമ്മക്കായിരുന്നല്ലേ ഇവളെ കൂടുതൽ വിശ്വാസം. അതുകൊണ്ട് അമ്മ തന്നെ ചോദിക്കുക ഇവളോട്, ആരാ ഇവനെന്ന്, ഇവനുമായിട്ട് ഇവൾക്ക് എന്താ ബന്ധമെന്ന്. അന്നേരം ജീവൻ്റെ അച്ഛനൊക്കെ നിത്യയോട് ചോദിക്കണേ, എന്താ മോളെ, എന്താ ഇതൊക്കെ? ഈ സമയം സുജാതയും ചോദിക്കുന്നുണ്ട്, മോളെ നിങ്ങളെന്താ ഒന്നും പറയാത്തത്, മോൻ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? ഈ സമയം നിത്യയാണെങ്കിൽ ആകെ വല്ലാണ്ടങ്ങ് നിൽക്കുവാണ്. പിന്നീട് പ്രമോയിൽ കാണിക്കുന്നത് ആ ഒരു തെറ്റിദ്ധാരണയൊക്കെ മാറുവാണ്. അതാരാണെന്നുള്ള സത്യമൊക്കെ പറയുവാണ്. അത് ജീവൻ സംശയിച്ചതുപോലെ നിത്യയുമായിട്ട് മറ്റൊരു ബന്ധവും അയാൾക്കില്ല. അതറിയുന്നതോടെ എല്ലാവർക്കും സമാധാനമാവുകയും നിശ്ചയത്തിന്റെ ചടങ്ങുകളൊക്കെ നടക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാലും ജീവന്റെ മനസ്സിനുള്ളിൽ നിന്ന് നിത്യയെക്കുറിച്ചുള്ള സംശയങ്ങൾ മാറിയിട്ടില്ല. എങ്കിലും എല്ലാവരുടെ നിർബന്ധത്തിന് വേണ്ടി മോതിരം മാറലൊക്കെ നടക്കുവാണ്. ഈ സമയം നിത്യയുടെ വീട്ടിലേക്ക് ബൈക്കിന് ഒരാൾ വരുന്നുണ്ട്. അങ്ങനെ ആ വരുന്ന ആളെ കണ്ട് എല്ലാവരും ഷോക്കായി നിൽക്കുന്നതാണ് പ്രൊമോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമായാൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്